എല്ലാവർക്കും നമസ്കാരം. PPS എന്ന സബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളെക്കുറിച്ച് പരിചയപ്പെടുക എന്നുള്ളതാണ്. അതിൽ വരുന്ന ഫസ്റ്റ് ടൂളാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ടൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മളുടെ മാനുഫാക്ചറിങ് ഫീൽഡിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മുതൽ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിൽ വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ടൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. മരങ്ങളും അതുപോലെ തന്നെ മെറ്റൽ പാർട്സും അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകളും ഡിസൈർഡ് സൈസിലും ഷേപ്പിലും നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു മെഷീനിങ് ടൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡ് സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ വണ്ടികളുടെ ഓരോ പാർട്സുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെയ്ത്തിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലെയ്ത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സിലബസിൽ ലെയ്ത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ലെയ്ത്ത് ഈസ് എ മെഷീൻ ടൂൾ. ഈ ലെയ്ത്ത് മെഷീൻ ടൂളിനെ നമ്മൾ മദർ ഓഫ് മെഷീൻ ടൂൾ എന്ന് പറയാറുണ്ട്. മദർ ഓഫ് മെഷീൻ ടൂൾ എന്ന് ലെയ്ത്തിനെ പറയാൻ കാരണം പിന്നീട് വന്നിട്ടുള്ള എല്ലാ ടൂളുകളും ഇതിൻ്റെ ഒരു ചുവട് പിടിച്ച് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ മദർ ഓഫ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു ലെയ്ത്തിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെയ്ത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വർക്ക് പീസിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലെയ്ത്ത് നമ്മൾ മദർ ഓഫ് മെഷീൻ ടൂൾ എന്ന് പറയാറുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു റിമൂവ് എക്സസ് മെറ്റീരിയൽ ഫ്രം വർക്ക് പീസ്. വർക്ക് പീസിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലെയ്ത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എക്സസ് ആയിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത് ചിപ്പിൻ്റെ ഫോമിലായിരിക്കും. ഇതിനാണ് നമ്മൾ ചിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ എക്സസ് മെറ്റീരിയൽ ഒരു വർക്ക് പീസിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്? ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ് വിത്ത് എന്തായിരിക്കും റിക്വയേർഡ് ഷേപ്പ് പിന്നെ സൈസ് അല്ലേ. അപ്പോൾ റിക്വയേർഡ് സൈസിലും ഷേപ്പിലും നമുക്ക് പ്രൊഡക്റ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ലെയ്ത്ത് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. ലെയ്ത്ത് വർക്ക് ചെയ്യുന്നത് ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ആക്സിസ് നമ്മൾ പറയുന്ന പേര് സ്പിൻഡിൽ ആക്സിസ് എന്നാണ്. സ്പിൻഡിൽ ആക്സിസ് എന്താണ് സ്പിൻഡിൽ എന്നുള്ളത് നമ്മൾ പാർട്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയും. അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രോങ് റിജിഡ് സപ്പോർട്ടുകളുണ്ട്. ഇവയാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെൻറ്ററിനെ പറയുന്ന പേരാണ് ഹെഡ്സ്റ്റോക്ക്, സെൻറ്റർ. അതുപോലെ തന്നെ ഇതിന് പറയുന്ന പേരാണ്, ഈ സെൻറ്ററിന് പറയുന്ന പേരാണ് ടെയിൽ സ്റ്റോക്ക്, സെൻറ്റർ. ഈ രണ്ട് സെൻറ്റേഴ്സിന് വേറൊരു പേര് പറയാറുണ്ട്. ഇതിനെ ലൈവ് സെൻറ്റർ എന്നും ഇതിനെ ഡെഡ് സെൻറ്റർ എന്നും പറയാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള രണ്ട് സെൻറ്റേഴ്സിനിടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് പീസിനെ ഫിക്സ് ചെയ്യുന്നത്. ഈ വർക്ക് പീസിനെ നമ്മൾ എന്ത് ചെയ്യും, ടൂൾ ഉപയോഗിച്ച്, നമ്മൾ ടൂൾ എന്ന് പറയുന്നത് കട്ടിംഗ് ടൂൾ. ഓക്കെ, അതായത് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, വർക്ക് പീസിലോട്ട്
ഫീഡ് കൊടുക്കുകയാണ്. ഫീഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലും കൊടുക്കാം, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കാം. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പാർട്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയും. അപ്പോൾ ഇത്തരത്തിൽ ടൂളിനെ ലോഞ്ചിറ്റ്യൂഡിനലായിട്ടും ട്രാൻസ്വേഴ്സ് ആയിട്ടും ഫീഡ് കൊടുത്തുകൊണ്ട് വർക്ക് പീസസിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതിന് നമ്മൾ പറയുന്നതാണ് ചിപ്പ്. ഇത്തരത്തിൽ ചിപ്പ് റിമൂവ് എന്ന പ്രോസസ്സാണ് ലെയ്ത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ലെയ്ത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്സ്റ്റോക്ക് സെൻറ്റർ എന്താണ്, റൊട്ടേറ്റിംഗ് പാർട്ടാണ്. സ്പിൻഡിൽ നിന്ന് വരുന്ന ഡ്രൈവ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അതെങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നതെന്ന് നമ്മൾ പാർട്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ ഹെഡ്സ്റ്റോക്ക് സെൻറ്ററിൽ റൊട്ടേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വർക്ക് പീസ് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡ്രൈവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് പീസിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വർക്ക് പീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കട്ടിംഗ് ടൂള് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കട്ടിംഗ് ടൂൾ നമ്മൾ ഫെഡ് ചെയ്യുന്നതിനനുസരിച്ച് ടൂളിൻ്റെ ലോഞ്ചിറ്റ്യൂഡിലും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റും നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ മൂവ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അതിൽ നിന്ന് എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ലെയ്ത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യാം. വർക്ക് പീസ്, ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതാണ്, വർക്ക് പീസ് ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് cutting tool is fed against it എന്തിനാണ്, to remove excess material എന്ത് ഫോമിൽ, ഇൻ ദ ഫോം ഓഫ് എന്താണ്, ചിപ്പ്, അല്ലേ, ഇൻ ദ ഫോം ഓഫ് ചിപ്പ്. ഇതാണ് നമ്മളുടെ ലെയ്ത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ്, വർക്ക് പീസ് ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് കട്ടിംഗ് ടൂൾ ഈസ് ഫെഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ടു റിമൂവ് എക്സസ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് ചിപ്പ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കട്ടിംഗ് ടൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് ലോഞ്ചിറ്റ്യൂഡിനലായിട്ടും ട്രാൻസ്വേഴ്സ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ ടൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ചിപ്പിൻ്റെ ഫോമിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ലെയ്ത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോർമലി നമ്മളുടെ ഇൻഡസ്ട്രിയിൽ കാണുന്ന ലെയ്ത്തിൻ്റെ ടൈപ്സിലോട്ടൊന്ന് കിടക്കാം. ടൈപ്സ്, ഫസ്റ്റ് വണ്ണാണ് സ്പീഡ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഹെഡ് സ്റ്റോക്കിൽ പാർട്സ് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹെഡ് സ്റ്റോക്കിൽ സ്പിൻഡിൽ എന്ന് പറയുന്ന ഒരു ഹോളോ ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ, സ്പിൻഡിൽ എന്ന് പറയുന്ന ഒരു ഹോളോ ഷാഫ്റ്റ് ഉണ്ട്. ഈ ഹോളോ ഷാഫ്റ്റിലോട്ട് നമ്മൾ ഡ്രൈവ് കൊടുക്കുകയാണ്. ഡ്രൈവ് കൊടുക്കുന്നത് നമ്മൾ മോട്ടോർ വഴിയാണ്, ഇലക്ട്രിക് മോട്ടോർ വഴിയാണ്. അപ്പോൾ മോട്ടോറിൽ വരുന്ന ഡ്രൈവ് നമ്മൾ കോൺ പുള്ളീസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, സ്പിൻഡിലോട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഡ്രൈവ് എന്ത് ചെയ്യും, നമുക്ക് ഹോളോ സ്പിൻഡിൽ അവിടെ ലഭിക്കും. അപ്പോൾ ഹോളോ സ്പിൻഡിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഹോളോ സ്പിൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചക്ക് അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് തുടങ്ങിയിട്ടുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ നമ്മൾ കണക്ട് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിലോട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ ഫിക്സ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, അതും ആ ഷാഫ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും, അല്ലേ. അപ്പോൾ ഈ ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണലി ത്രെഡറാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ എക്സ്റ്റേണൽ സർഫസിൽ എന്തായിരിക്കും, ത്രെഡുകൾ ഉണ്ടായിരിക്കും. ഈ എക്സ്റ്റേണലി ത്രെഡറായിട്ടുള്ള ഹോളോ സ്പിൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ചക്കും അതുപോലെ തന്നെ ഫേസ് പ്ലേറ്റും കണക്ട് ചെയ്യാൻ നമുക്ക് ഇൻറ്റേർണൽ ത്രെഡുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ത്രെഡ്സ് ഉള്ള ചക്കും അതുപോലെ തന്നെ ഫേസ് പ്ലേറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്പിൻഡിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പിൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രൈവ് എന്ത് ചെയ്യും, നമുക്ക് ചക്കിലും അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റിലും തുടങ്ങിയിട്ടുള്ള വർക്ക് പീസ് ഹോൾഡിംഗ് ഡിവൈസുകളിൽ നമുക്ക് ഡ്രൈവ് കിട്ടാൻ കാരണം. ആ ഡ്രൈവ് കാരണമാണ് നമ്മൾ വർക്ക് പീസ് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ വയ്ക്കുക.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ടൈപ്പായിട്ടുള്ള സ്പീഡ് ലേത്തിനെ കുറിച്ച് പറയുകയാണ്. സ്പീഡ് ലേത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിൻഡിൽ സ്പീഡ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. നമ്മൾ പറഞ്ഞ സ്പിൻഡിൽ ഹോളോ ഷാഫ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന RPM എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. സ്പിൻഡിൽ സ്പീഡ് ഈസ് ഹൈ. സ്പിൻഡിൽ സ്പീഡ് ഈസ് ഹൈ. അപ്പോൾ സ്പിൻഡിൽ സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കട്ടിംഗ് ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ലോ കട്ടിംഗ് ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കട്ടിംഗ് സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് വുഡും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ് ഉപയോഗിക്കുക. സിമ്പിൾ കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ഓപ്പറേഷൻ. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. ദെൻ മെയിൻ പാർട്സുകൾ എന്ന് പറയുന്നത് ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂൾ പോസ്റ്റ് വിത്ത് അഡ്ജസ്റ്റബിൾ സ്ലൈഡ്സ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എന്നാൽ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദർ ഇസ് നോ ഫീഡ് ബോക്സ്, lead screw, carriage. ഇത്രയാണ് സ്പീഡ് ലേത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ, അതുപോലെ തന്നെ ഓപ്പറേഷൻ എന്താണ്? വളരെ എളുപ്പത്തിലാണ്. പിന്നെന്താണ്? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഈ ഹൈ സ്പിൻഡിൽ സ്പീഡ് കാരണം നമുക്ക് ഇവിടെ ലോ കട്ടിംഗ് ഫോഴ്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് മരത്തിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളിലാണ് ഈ ഒരു ലേത്ത് ഓപ്പറേഷൻ നമ്മൾ നടത്താറ്. ഇനി നമ്മൾ പറഞ്ഞു ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ടൂൾ പോസ്റ്റ് വിത്ത് അഡ്ജസ്റ്റബിൾ സ്ലൈഡ് തുടങ്ങിയവയാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഫീഡ് ബോക്സ്, ലെഡ് സ്ക്രൂ, കാരേജ് തുടങ്ങിയിട്ടുള്ള പാർട്സുകൾ എന്തില്ല? കാണുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പ് സെൻറ്റർ ലേത്ത് അല്ലെങ്കിൽ എൻജിൻ ലേത്ത്. ഈ ഒരു ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സുകളും അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഓപ്പറേഷൻസും ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ടൈപ്പുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെൻട്രൽ ലേത്ത് അല്ലെങ്കിൽ എൻജിൻ ലേത്തിലാണ്. ഇതാണ് നമുക്ക് നമ്മളുടെ ഡിപ്ലോമ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കൂടുതൽ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് സെൻട്രൽ ലേത്ത് അല്ലെങ്കിൽ എൻജിൻ ലേത്ത് എന്നുള്ള പേര് വരാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലൈവ് സെൻറ്ററും അതുപോലെ തന്നെ ഡെഡ് സെൻറ്ററും. ഓക്കെ, ഈ രണ്ട് സെൻറ്റേഴ്സ് ഇവിടെ ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് സെൻറ്റേഴ്സ് എന്താണ്? ഒരു സെൻട്രൽ ലൈനിലാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് സെൻറ്റേഴ്സിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് പീസിൽ പ്രോസസ്സുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രൽ ലേത്ത് എന്ന് പേര് വരാൻ കാരണം. നമ്മൾ രണ്ട് സെൻറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഡെഡ് സെൻറ്ററും അതുപോലെ തന്നെ ലൈവ് സെൻറ്ററും. ലൈവ് സെൻറ്റർ വരുന്നത് ഹെഡ് സ്റ്റോക്കിലും ഡെഡ് സെൻറ്റർ വരുന്നത് ടെയിൽ സ്റ്റോക്കിലുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് സെൻറ്റേഴ്സിന് ഇടയിൽ വെച്ച് നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്ത് അതിലോട്ട് നമ്മൾ കട്ടിങ് ആക്ഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രൽ ലേത്ത് എന്ന് പേര് വരാൻ കാരണം. എന്നാൽ എൻജിൻ ലേത്ത് എന്ന് പറയാൻ കാരണം ഏർലിയർ നമ്മൾ യൂസ് ചെയ്തത് സ്റ്റീം എൻജിനാണ്. ഏർലിയർ സ്റ്റീം എൻജിൻ വാസ് യൂസ്ഡ് ടു റൺ. നമ്മളിപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു? മോട്ടറാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. മോട്ടറാണ് നമ്മൾ ഡ്രൈവ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് മുൻകാലങ്ങളിൽ നമ്മൾ ഒരു സ്റ്റീം എൻജിനാണ് ഡ്രൈവ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ എൻജിൻ ലേത്ത് എന്ന പേരും പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ പേര് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സെൻട്രൽ ലേത്തും അതുപോലെ തന്നെ എൻജിൻ ലേത്തും. ഇനി നമ്മൾ
സെൻട്രൽ ലേത്തിൻ്റെയും അതുപോലെ തന്നെ എഞ്ചിൻ ലേത്തിൻ്റെയും പ്രധാനപ്പെട്ട പാർട്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാർട്സുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീപ്പായിട്ടും ഓരോ പാർട്സിൻ്റെയും ഫങ്ഷനും അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നമ്മളുടെ സെൻട്രൽ ലേത്ത് അല്ലെങ്കിൽ എഞ്ചിൻ ലേത്തിൻ്റെ പാർട്സുകളെ കുറിച്ച് പഠിക്കാം. ലേത്ത് പാർട്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പാർട്സുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബെഡ്, ദെൻ ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കേരേജ്, ദെൻ ഫീഡ് മെക്കാനിസം. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ബെഡ്, കേരേജ്, ഫീഡ് മെക്കാനിസം. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കുകയാണ്. ഫസ്റ്റ് വൺ ബെഡ്. ബെഡ് എന്ന് പറയുന്നത് ലെയ്ത്തിൻ്റെ ബേസാണ്. അതായത് ലെയ്ത്തിലെ എല്ലാ ഭാഗങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നത് ബേസിന് മുകളിലാണ്. അപ്പോൾ നമുക്ക് ബെഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് ലെയ്ത്ത് ഓൺ വിച്ച് ഓൾ കമ്പോണൻറ്റ്സ് ആർ മൗണ്ടഡ്. കാസ്റ്റിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ് ബെഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ബെഡിനെ മാസീവ് സിംഗിൾ റിജിഡ് കാസ്റ്റിംഗ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കാസ്റ്റിംഗ് പ്രോസസ്സിൽ ഗ്രേ കാസ്റ്റ് അയൺ ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രേ കാസ്റ്റ് അയണിൻ്റെ കൂടെ അലോയിങ് എലമെൻറ്റ്സ് ആയിട്ട് ക്രോമിയവും നിക്കലും ഉപയോഗിക്കുന്നു. ഇത് ബെഡിൻ്റെ ഹാർഡ്നെസ്സും കൊറോഷൻ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നു. ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗമാണ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്കും കാണാം. ഹെഡ് സ്റ്റോക്കിലാണ് ലൈവ് സെൻറ്റർ ഘടിപ്പിച്ചിരിക്കുന്നത്. ടെയിൽ സ്റ്റോക്കിലാണ് ഡെഡ് സെൻറ്റർ കാണാൻ സാധിക്കുന്നത്. ഈ ലൈവ് സെൻറ്ററിനും ഡെഡ് സെൻറ്ററിനും ഇടയിലാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്ത് റിക്വയർഡ് ലെയ്ത്ത് ഓപ്പറേഷൻ നമ്മൾ നടത്താറ്. ടെയിൽ സ്റ്റോക്കും അതുപോലെ തന്നെ ലെയ്ത്തിൻ്റെ മറ്റൊരു ഭാഗമായ കാരേജിനെയും ബെഡിന് മുകളിൽ മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഗൈഡ് വൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണയായിട്ട് വി ഗൈഡ് വേയോ ഫ്ലാറ്റ് ഗൈഡ് വേയോ ആണ് കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് വൺ ഹെഡ് സ്റ്റോക്ക്. ലെയ്ത്തിലെ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസുകളെല്ലാം കാണാൻ സാധിക്കുന്നത് ഹെഡ് സ്റ്റോക്കിനുള്ളിലാണ്. കോൺസ്റ്റൻ്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്ന മോട്ടോറിൽ നിന്ന് ഹെഡ് സ്റ്റോക്കിലോട്ട് ഡ്രൈവ് എത്തിക്കുന്നതിന് കോൺ പുള്ളീസോ അല്ലെങ്കിൽ ഗിയർ ട്രെയിൻസോ ആണ് നമ്മളെ സഹായിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഹെഡ് സ്റ്റോക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മോട്ടോറിൽ നിന്ന് വരുന്ന ഡ്രൈവിനെ ബെൽറ്റ് വഴി സ്പിൻഡിലോട്ട് എത്തിക്കുന്നു. നമുക്കാവശ്യമായിട്ടുള്ള സ്പീഡ് കൺട്രോൾ ലിവേഴ്സ് വഴി സ്പിൻഡിൽ നമ്മൾ അറ്റൈൻ ചെയ്യുന്നു. ഹെഡ് സ്റ്റോക്കിലാണ് ലൈവ് സെൻറ്റർ കാണപ്പെടുന്നത്. ഇതിന് ഈ ഒരു പേര് വരാൻ കാരണം വർക്ക് പീസിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഹെഡ് സ്റ്റോക്കിലുള്ള ഹോളോ സ്പിൻഡിലിന് മുകളിലാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസസുകൾ നമ്മൾ കണക്ട് ചെയ്യാറ്. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസുകളാണ് ചക്ക്, ഫേസ് പ്ലേറ്റ് തുടങ്ങിയവ. ഹെഡ് സ്റ്റോക്കിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിൻഡിലിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. തേർഡ് വൺ ടെയിൽ സ്റ്റോക്ക്. ബെഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ടെയിൽ സ്റ്റോക്ക് കാണപ്പെടുന്നത്. ടെയിൽ സ്റ്റോക്കിൻ്റെ പ്രധാന ഫംഗ്ഷൻ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡ്രിൽസ്, റീമേഴ്സ് തുടങ്ങിയിട്ടുള്ള ടൂൾസുകളെ ഹോൾഡ് ചെയ്യുന്നതും ഫീഡ് ചെയ്യുന്നതും ടെയിൽ സ്റ്റോക്കിൻ്റെ മറ്റൊരു പ്രധാന ഫംഗ്ഷനാണ്. ടെയിൽ സ്റ്റോക്കിന് സ്പിൻഡിൽ ആക്സിസിന് പാരലലായിട്ട്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ഈ മൂവ്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്നത് ബെഡിന് മുകളിലുള്ള ഗൈഡ് വേസ് ആണ്. ഇതിനെ നമ്മൾ ഇന്നർ ഗൈഡ് വേസ് എന്ന് പറയും, കാരണം ഇവയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ടെയിൽ സ്റ്റോക്കിലാണ് ഡെഡ് സെൻറ്റർ കാണുന്നത്. ഇതിനെ ഡെഡ് സെൻറ്റർ എന്ന് പറയാൻ കാരണം വർക്ക് പീസിൻ്റെ കൂടെ ഈ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ഫോർത്ത് വൺ കാരേജ്. കാരേജിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിൻ്റെയും അതുപോലെ തന്നെ കട്ടിംഗ് ടൂൾ അക്സസറീസിനെയും കൺട്രോൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെയിൽ സ്റ്റോക്കിനും ഹെഡ് സ്റ്റോക്കിനും ഇടയിലാണ് കാരേജ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഹെഡ് സ്റ്റോക്കിനും ടെയിൽ സ്റ്റോക്കിനും ഇടയിൽ ഔട്ടർ ഗൈഡ് വേസിൻ്റെ സഹായത്തോടു കൂടി കാരേജ് സ്ലൈഡ് ചെയ്യുന്നു. ഇതിനുവേണ്ടി ഒരു റാക്ക് ആൻഡ് പിനിൻ അറേഞ്ച്മെൻറ്റ് കാണാൻ സാധിക്കും. ചിത്രത്തിൽ റാക്ക് എന്ന് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്തെയാണ്. കാരേജിന് ലോഞ്ചിറ്റ്യൂഡൽ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. എന്നാൽ കാരേജിൽ ഘടിപ്പിച്ചിട്ടുള്ള
ടൂളിന് ക്രോസ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. കാരേജ് എന്ന് പറയുന്നത് ഒരുപാട് പാർട്ടുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ പ്രധാനമായും ആപ്രോൺ, സാഡിൽ, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് റെസ്റ്റ്, ടൂൾ പോസ്റ്റ് തുടങ്ങിയ ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. ആപ്രോൺ എന്ന് പറയുന്നത് കാരേജിൻ്റെ ബോട്ടം പോർഷനാണ്. ആപ്രോണിലാണ് ഓട്ടോമാറ്റിക് ഫീഡിൽ കാരേജിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗിയേഴ്സും ക്ലച്ചസും ലിവേഴ്സും കാണപ്പെടുന്നത്. ബെഡിന് മുകളിൽ കാണപ്പെടുന്ന എച്ച് ഷേപ്പ്ഡ് കാസ്റ്റിങ്ങിനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. കാരേജ് സാഡിലിൻ്റെ സഹായത്തോടു കൂടിയാണ് ബെഡിന് മുകളിൽ സ്ലൈഡ് ചെയ്യുന്നത്. സാഡിന് മുകളിൽ കാണപ്പെടുന്നതും കോമ്പൗണ്ട് റെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഭാഗമാണ് ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത്. ക്രോസ് സ്ലൈഡ് കട്ടിംഗ് ടൂളിനെ ക്രോസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. കോമ്പൗണ്ട് റെസ്റ്റ് ഓർ കോമ്പൗണ്ട് സ്ലൈഡ്. ക്രോസ് സ്ലൈഡിന് മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെയാണ് കോമ്പൗണ്ട് റെസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറയുന്നത്. ടൂൾ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ പ്രധാന ഫങ്ഷൻ. റിക്വയേർഡ് ആംഗിളിൽ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടൂളിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് കോമ്പൗണ്ട് റെസ്റ്റാണ്. ടൂൾ പോസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റിന് മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ടൂൾ പോസ്റ്റിൻ്റെ ഫങ്ഷൻ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊസിഷനിൽ കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് ഫീഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഫീഡ് മെക്കാനിസത്തിൽ പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന് ലീഡ് സ്ക്രൂവും രണ്ട് ഫീഡ് റോഡും. ലേത്തിൽ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കുന്നതിനും ത്രെഡ് കട്ടിങ്ങിനുമായിട്ട് സ്പിൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഡിനെ കാരേജിൻ്റെ മൂവ്മെൻ്റാക്കി മാറ്റിയെടുക്കണം. ഫീഡ് റോഡിൽ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കുന്നത് തംബ്ലർ ഗിയർ മെക്കാനിസം വഴിയും ലീഡ് സ്ക്രൂവിൽ ത്രെഡ് കട്ടിങ്ങിൻ്റെ സമയത്ത് റൊട്ടേഷൻ കൊടുക്കുന്നത് ഹാഫ് ത്രെഡ് മെക്കാനിസവും വഴിയാണ്. നമുക്കിനി എങ്ങനെയാണ് ഫീഡ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. ഹെഡ്സ്റ്റോക്കിലുള്ള ഹോളോ സ്പിൻഡിൽ മോഷനെ ഫീഡ് ഗിയർ ബോക്സിലോട്ട് ഹെഡ്സ്റ്റോക്കിലുള്ള എൻ ബെഡ് ഗിയേഴ്സ് വഴി നമ്മൾ എത്തിക്കുന്നു. ഫീഡ് ഗിയർ ബോക്സിൽ സ്പിൻഡിൽ റൊട്ടേഷനെ കാരേജിന് ആവശ്യമായിട്ടുള്ള മോഷനാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഫീഡ് ഗിയർ ബോക്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗിയർ റേഷ്യോ കൺവേർഷൻ നടത്തുന്നു. ഈ റൊട്ടേഷൻ ലീഡ് സ്ക്രൂവിലും ഫീഡ് റോഡിലും എത്തിക്കുന്നു. ലീഡ് സ്ക്രൂവിലും ഫീഡ് റോഡിലും വന്ന റൊട്ടേഷനെ ആപ്രോൺ മെക്കാനിസം വഴി, അതായത് ആപ്രോൺ എന്ന ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഗിയേഴ്സും ക്ലച്ചസും ലിവേഴ്സും ഉപയോഗിച്ച് ലീഡ് സ്ക്രൂവിൻ്റെയും ഫീഡ് റോഡിൻ്റെയും റൊട്ടേഷൻ കാരേജിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ലേത്തിൽ ഫീഡ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഇത്രയുമാണ് ലേത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്കിനി പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. The function of the lathe is to remove excess material from the workpiece in the form of chip by rotating workpiece against a cutting tool. റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിന് എഗെയിൻസ്റ്റായി ഒരു കട്ടിംഗ് ടൂൾ ഫീഡ് ചെയ്ത് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ലെയ്ത്തിൻ്റെ ഫങ്ഷൻ. പ്രൈമറി ടാസ്ക് ഓഫ് എ ലെയ്ത്ത് ഈസ് ടു ജനറേറ്റ് സിലിണ്ട്രിക്കൽ വർക്ക് പീസ്. ലെയ്ത്തിൻ്റെ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ വർക്ക് പീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദ മെഷീൻ ടൂൾ ഈസ് യൂസ്ഫുൾ ഇൻ പെർഫോമിംഗ് പ്ലെയിൻ ടേണിംഗ്, ഫേസിംഗ്, ടേപ്പർ ടേണിംഗ്, ത്രെഡ് കട്ടിംഗ്, ചേംഫറിംഗ് ആൻഡ് നേളിംഗ്, ടാപ്പിംഗ്, സ്പിന്നിംഗ്, ബോറിംഗ്, റാമിംഗ്, ഡ്രില്ലിംഗ് എക്സെട്ര. ലെയ്ത്തിൽ മെഷീൻ ടൂൾ ഉപയോഗിച്ച് സാധാരണയായിട്ട് ചെയ്യുന്ന വർക്കുകളാണ് പ്ലെയിൻ ടേണിംഗ്, ഫേസിംഗ്, ടാപ്പർ ടേണിംഗ്, ത്രെഡ് കട്ടിംഗ്, ചേംഫറിംഗ് ആൻഡ് നേളിംഗ്, ടാപ്പിംഗ്, സ്പിന്നിംഗ്, ബോറിംഗ്, റീമിംഗ്, ഡ്രില്ലിംഗ് തുടങ്ങിയവ. ബെഡ് ഈസ് മൗണ്ടഡ് ഓൺ ദ ലെഗ്സ് ഓഫ് ലെയ്ത്ത് വിച്ച് ആർ ബോൾട്ടഡ് ടു ദ ഫ്ലോർ. ഫ്ലോറിന് മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ലെഗ്സിന് മുകളിലാണ് ബെഡ് കാണപ്പെടുന്നത്.
It is made up of cast iron and its top surface is machined accurately and precisely. കാസ്റ്റ് അയൺ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ബെഡ് ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സർഫസ് നല്ല രീതിയിൽ മെഷീൻ ചെയ്തിരിക്കും. Headstock of the lathe is located at the extreme left of the bed and tailstock at right extreme. ലെയ്ത്തിൻ്റെ ഹെഡ്സ്റ്റോക്ക് എന്ന് പറയുന്നത് ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും ടെയിൽസ്റ്റോക്ക് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലും കാണപ്പെടുന്നു. ദ ടോപ്പ് ഓഫ് ദ ബെഡ് ഹാസ് ഫ്ലാറ്റ് ഓർ വി ഷേപ്ഡ് ഗേറ്റ്വേസ്. ബെഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഫ്ലാറ്റോ അല്ലെങ്കിൽ വി ഷേപ്ഡ് ആയിട്ടുള്ള ഗേറ്റ്വേസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. Headstock is mounted permanently on the inner gateways at the left hand side of the leg bed. ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഹെഡ്സ്റ്റോക്ക് കാണപ്പെടുന്നത്. The headstock houses a hollow spindle and the mechanism for driving the spindle at multiple speed. ഹെഡ്സ്റ്റോക്ക് പ്രധാനമായും കണ്ടെയ്ൻ ചെയ്യുന്നത് ഒരു ഹോളോ സ്പിൻഡിലും ഈ സ്പിൻഡിലിനെ ഡിഫറെൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെക്കാനിസവുമാണ്. The headstock will have any of the following arrangement for driving and altering the spindle speeds. സ്പിൻഡിൽ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹെഡ്സ്റ്റോക്കിലെ അറേഞ്ച്മെൻറ്റുകൾ താഴെ പറയുന്നവയാണ്. സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി ഡ്രൈവ്, ബാക്ക് ഗിയർ ഡ്രൈവ്, ഓൾ ഗിയർ ഡ്രൈവ്. Spindle. The spindle rotates on two large bearings housed on the headstock casting. ഹെഡ്സ്റ്റോക്ക് കാസ്റ്റിങ്ങിലുള്ള രണ്ട് വലിയ ബിയറിങ്സിനിടയിലാണ് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഹോൾ എക്സ്റ്റെൻഡ്സ് ത്രൂ ദ സ്പിൻഡിൽ സോ ദാറ്റ് എ ലോങ് ബാർ സ്റ്റോക്ക് മേ ബി പാസ്ഡ് ത്രൂ ദ ഹോൾ. The front end of the spindle is threaded on which chucks, faceplate, driving plate and catch plates are screwed. വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളായ ചക്കും ഫേസ് പ്ലേറ്റും ഡ്രൈവിംഗ് പ്ലേറ്റും കാച്ച് പ്ലേറ്റും അറ്റാച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ത്രെഡുകൾ സ്പിൻഡിന് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. Tailstock is located on the inner gateways at the right side of the bed opposite to the headstock. ഹെഡ്സ്റ്റോക്കിന് മറുവശത്തായി ബെഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ടെയിൽ സ്റ്റോക്ക് കാണപ്പെടുന്നത്. The body of the tailstock is broad and houses the tailstock spindle or ram. ടെയിൽസ്റ്റോക്ക് ബോഡിക്കുള്ളിലാണ് ടെയിൽസ്റ്റോക്ക് സ്പിൻഡിലോ അല്ലെങ്കിൽ റാമോ കാണപ്പെടുന്നത്. ഇഫ് ദ ടെയിൽസ്റ്റോക്ക് ഹാൻഡ് വീൽ ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദ സ്പിൻഡിൽ അഡ്വാൻസസ്. ടെയിൽസ്റ്റോക്കിലെ ഹാൻഡ് വീല് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ അഡ്വാൻസ് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഡ്രിൽസും റീമേഴ്സും ഉപയോഗിച്ച് ഡ്രില്ലിംഗ് ഓപ്പറേഷനും അല്ലെങ്കിൽ റീമിംഗ് ഓപ്പറേഷനും നടത്തുന്നത്. യൂസ് ഓഫ് ടെയിൽസ്റ്റോക്ക്. It supports the other end of the long workpiece when it is machined between centers. വലിയ വർക്ക് പീസുകൾ മെഷീൻ ചെയ്യുന്ന സമയത്ത് ബെൻഡ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ടെയിൽ സ്റ്റോക്കിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഹോൾഡിംഗ് ടൂൾസ് ലൈക്ക് ഡ്രിൽസ്, റീമേഴ്സ് ആൻഡ് ടാപ്സ് വെൻ പെർഫോമിംഗ് ഡ്രില്ലിംഗ്, റീമിംഗ് ആൻഡ് ടാപ്പിംഗ്. The dead center is offset by a small distance from the axis of lathe to turn taper by set over method. ടാപ്പർ ടേണിങ്ങിൽ സെറ്റ് ഓവർ മെത്തേഡ് വഴി ഡെഡ് സെൻറ്ററെ ഓഫ്സെറ്റ് ചെയ്യുന്നത് ടെയിൽ സ്റ്റോക്ക് വഴിയാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ സെറ്റിംഗ് ദ കട്ടിംഗ് ടൂൾ അറ്റ് കറക്റ്റ് ഹൈറ്റ് അലൈങ് ദ കട്ടിംഗ് എഡ്ജ് വിത്ത് ദ ലെയ്ത്ത് ആക്സിസ്. ലെയ്ത്ത് ആക്സിസിന് കറക്റ്റായി കട്ടിംഗ് എഡ്ജിനെ സെറ്റ് ചെയ്യാൻ ടെയിൽ സ്റ്റോക്ക് നമ്മളെ സഹായിക്കുന്നു. Carriage is located between the headstock and tailstock on the lathe bed gateways. ബെഡിന് മുകളിലുള്ള ഗേറ്റ്വേസിൻ്റെ സഹായത്തോടു കൂടി ഹെഡ്സ്റ്റോക്കിനും ടെയിൽസ്റ്റോക്കിനും ഇടയിലാണ് കാരേജ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഇറ്റ് ക്യാൻ ബി മൂവ്ഡ് അലോങ് ദ ബെഡ് ഐദർ ടുവേർഡ്സ് ഓർ അവേ ഫ്രം ദ ഹെഡ്സ്റ്റോക്ക്. ഇറ്റ് ഹാസ് സെവറൽ പാർട്സ് ടു സപ്പോർട്ട്, മൂവ് ആൻഡ് കൺട്രോൾ ദ കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂളിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും മൂവ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും നിരവധി ഭാഗങ്ങളാണ് കാരേജിലുള്ളത്. The main parts are saddle, apron, cross slide, compound rest or compound slide, tool post. Saddle. It is an H-shaped casting. It connects the pair of bed gateways like a bridge. It fits over the bed and slides along the bed between the headstock and tailstock. The saddle or the entire carriage can be moved by providing hand feed or automatic feed. H-ഷേപ്പിലുള്ള ഗൈഡ്വേസിനെ കണക്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജിനെയാണ് സാഡിൽ എന്ന് പറയുന്നത്. ഇത് ബെഡിന് മുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഹെഡ്സ്റ്റോക്കിനും ടെയിൽസ്റ്റോക്കിനും ഇടയിൽ സ്ലൈഡ് ചെയ്യപ്പെടുന്ന ഭാഗമാണ് സാഡിൽ എന്ന് പറയുന്നത്. ഹാൻഡ് ഫീഡോ
ഓട്ടോമാറ്റിക് ഫീഡോ കൊടുത്തുകൊണ്ട് സാഡിലിനെ അല്ലെങ്കിൽ കാരേജിനെ ബെഡിന് മുകളിൽ മൂവ് ചെയ്യാൻ സാധിക്കുന്നു. ക്രോസ് സ്ലൈഡ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ സാഡിൽ ആൻഡ് സ്ലൈഡ്സ് ഓൺ ദ dovetail guideways at right angle to the bed guideways. It carries compound rest, compound slide and tool post. Close slide hand wheel is rotated to move it at right angle to the lathe axis. സാഡിലിന് മുകളിൽ ഡിവറ്റൈൽ ഗൈഡ്വേസിൻ്റെ സഹായത്തോടു കൂടി ബെഡിന് ക്രോസ് ആയോ അല്ലെങ്കിൽ 90 ഡിഗ്രി ആയോ അതുമല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡയറക്ഷനിലോ മൂവ് ചെയ്യുന്ന ഭാഗമാണ് ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത്. ക്രോസ് സ്ലൈഡിൽ കോമ്പൗണ്ട് റെസ്റ്റ്, കോമ്പൗണ്ട് സ്ലൈഡ്, ടൂൾ പോസ്റ്റ് തുടങ്ങിയവ കാണപ്പെടുന്നു. ക്രോസ് സ്ലൈഡ് റൊട്ടേഷൻ ഒരു ഹാൻഡ് വീലിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. കോമ്പൗണ്ട് റെസ്റ്റ് ഈസ് എ പാർട്ട് വിച്ച് കണക്ട് ക്രോസ് സ്ലൈഡ് ആൻഡ് കോമ്പൗണ്ട് സ്ലൈഡ്. കോമ്പൗണ്ട് സ്ലൈഡിനെയും ക്രോസ് സ്ലൈഡിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് കോമ്പൗണ്ട് റെസ്റ്റ്. ഇറ്റ് ഹാസ് എ സർക്കുലർ ബേസ് ഓൺ വിച്ച് ആംഗുലർ ഗ്രാജുവേഷൻസ് ആർ മാർക്ക്ഡ്. 360 ഡിഗ്രി ആംഗുലർ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ള സർക്കുലർ ബേസ് കോമ്പൗണ്ട് റെസ്റ്റിനുണ്ട്. ദ കോമ്പൗണ്ട് റെസ്റ്റ് ക്യാൻ ബി സ്വിവൽഡ് ടു ദ റിക്വയർഡ് ആംഗിൾ വൈൽ ടേണിംഗ് ടാപ്പേഴ്സ്. ടാപ്പർ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് റിക്വയർഡ് ആംഗിളിൽ കോമ്പൗണ്ട് റെസ്റ്റിനെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ദ ടോപ്പ് സ്ലൈഡ് നോൺ ആസ് കോമ്പൗണ്ട് സ്ലൈഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കോമ്പൗണ്ട് റെസ്റ്റ് ബൈ ഡവ്ടെയിൽ ജോയിൻറ്റ്. ഒരു ഡവ്ടെയിൽ ജോയിൻറ്റ് വഴി കോമ്പൗണ്ട് സ്ലൈഡ് എന്ന ടോപ്പ് സ്ലൈഡ് കോമ്പൗണ്ട് റെസ്റ്റിന് മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ടൂൾ പോസ്റ്റ്. ദിസ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ദ കോമ്പൗണ്ട് സ്ലൈഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ടൂൾ റിജിഡ്ലി. ടൂൾ ആർ സെലക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മൗണ്ടഡ് ഓൺ ദ ടൂൾ പോസ്റ്റ് ആൻഡ് അഡ്ജസ്റ്റഡ് ടു കൺവീനിയൻറ്റ് വർക്ക് പൊസിഷൻ. There are different type of tool post and they are single screw tool post, 4 bolt tool post, 4-way tool post, open side tool post. Lead screw. The lead screw is a long threaded shaft used as master screw. It is brought into operation during thread cutting to move the carriage to a calculated distance. Mostly lead screws are Acme thread. Acme thread എന്ന സ്റ്റാൻഡേർഡ് ഫോമിലാണ് ലീഡ് സ്ക്രൂ ത്രെഡ് ചെയ്തിട്ടുള്ളത്. ദ ലീഡ് സ്ക്രൂ ഈസ് ഹെൽഡ് ബൈ 2 ബിയറിങ്സ് ഓൺ ദ ഫേസ് ഓഫ് ദ ബെഡ്. ബെഡിൻ്റെ ഫേസിൽ 2 ബിയറിങ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ലീഡ് സ്ക്രൂ ഹെൽഡ് ചെയ്തിരിക്കുന്നത്. എ ഹാഫ് നെറ്റ് ലിവർ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ആപ്രോൺ ടു എൻഗേജ് ഹാഫ് നെറ്റ് വിത്ത് ലീഡ് സ്ക്രൂ. കാരേജിലുള്ള ആപ്രോണിൽ ഒരു ഹാഫ് നെറ്റ് ലിവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ലീഡ് സ്ക്രൂ ത്രെഡ് കട്ടിംഗ് സമയത്ത് എൻഗേജ് ചെയ്യുന്നത്. ഫീഡ് റോഡ് ഈസ് പ്ലേസ്ഡ് പാരലൽ ടു ദ ലീഡ് സ്ക്രൂ ഓൺ ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ ബെഡ്. ഇറ്റ് ഈസ് എ ലോങ് ഷാഫ്റ്റ് വിച്ച് ഹാസ് എ keyway along its length. The power is transmitted from the spindle to the feed rod through tumbler gear and a gear train. It is useful in providing feed movement to the carriage except for thread cutting and to move cross slide. ലേത്ത് സ്പെസിഫിക്കേഷൻ. പ്രധാനമായും 4 കാര്യങ്ങളാണ് ലേത്ത് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. സ്വിങ് എന്ന് പറയുന്നത് ബെഡ് വേസിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഡയമീറ്ററിനെയാണ്. ലൈവ് സെൻറ്ററിനും ഡെഡ് സെൻറ്ററിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹെഡ് സ്റ്റോക്ക് മുതൽ ടെയിൽ സ്റ്റോക്ക് വരെ കിടക്കുന്ന ബെഡിൻ്റെ ലെങ്ത്തിനെയാണ് ലെങ്ത് ഓഫ് ബെഡ് എന്ന് പറയുന്നത്. സ്വിങ്ങിൻ്റെ ഹാഫ് ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഹാഫ് ഡയമീറ്ററിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ലെയ്ത്തിനെ കുറിച്ച് പഠിച്ചു. ലെയ്ത്തിൻ്റെ പാർട്സുകളെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലെയ്ത്തിൽ വരുന്ന ഓപ്പറേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.